മലയാളികൾ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാകുന്ന റീല് കാണുന്നുണ്ട്. ആ റീലിൽ പറയുന്നത് പോലെ പണ്ടത്തെ കുട്ടിത്താരങ്ങൾ, അതായത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കുട്ടിത്താരങ്ങൾ ഇപ്പോൾ വളർന്ന് വലുതായതിന്റെ റീലുകളാണ്. ശരിക്കും പറഞ്ഞാൽ സുற்றுമേഴി ചുടരെ എന്ന പാട്ട് റീമേക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ കൊച്ചു കിച്ചുവായി എത്തിയ താരം തന്നെയാണ്. ആരാണിവനെന്ന് അന്വേഷിച്ചു പോയ എല്ലാവരും പിന്നീട് ഞെട്ടുകയായിരുന്നു. ഇവൻ ഇത്രയും വളർന്നെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞല്ലോടാ നീ ഇത്രയും വളർന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ കുട്ടി കിച്ചുവിനെയും ബെൻ സിനിമയിലെ ചാമിയെയും ഒക്കെ ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. അത് അവതരിപ്പിച്ചത് ആദിഷ് പ്രവീണാണ്. ആദിഷ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ബെൻ സിനിമയിലെ ചാമിയായും കട്ടപ്പനയിലെ ഋത്തിക് റോഷനായും സിനിമയിലെ കുട്ടി കിച്ചുവായും വന്ന് നമ്മളെല്ലാം ഒരുപോലെ ചിരിപ്പിക്കുകയും കയ്യിലെടുക്കുകയും ചെയ്ത പൊച്ചുമിടുക്കൻ തന്നെ. കുഞ്ഞുദൈവം എന്ന ചിത്രത്തിലൂടെ രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ നാഷണൽ അവാർഡ് വരെ മലയാളികളിലേക്ക് എത്തിച്ച തന്റെ കളിത്തൊട്ടിലിൽ നിന്നുള്ള പ്രതിഭയെ തെളിയിച്ച ഒരാൾ കൂടിയാണിത്. നമ്മുടെ സ്വന്തം ആദിഷ് പ്രവീൺ അങ്ങ് വളർന്നു ചോക്ലേറ്റ് ഹീറോ ലുക്കിലായി വലിയൊരു ചെക്കനായി മാറിയിരിക്കുന്നു. ആ പഴയ കുട്ടിത്തം മാറി ഇപ്പോൾ പക്ക മാസ് ആൻഡ് ഫാൻസം ലുക്കിലാണ് നിൽക്കുന്നത്. ആ വരവ് നാൾ മലയാള സിനിമയിലേക്ക് തന്നെയാണെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ആദിഷിനെ കുറിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്ത തന്നെയാണ്. ഒരൊറ്റ റീല് കൊണ്ട് പെട്ടെന്ന് ഇത് വൈറലാവുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലോടൊപ്പം നാഷണൽ അവാർഡ് വാങ്ങിക്കുന്ന ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വളർന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജസ്റ്റ് പങ്കുവെച്ചത്. 8.7 മില്യൺ വ്യൂസ് ആണ് അതിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ആദിഷ് പ്രവീണിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കരാട്ടയ്ക്ക് അതുപോലെ ഫിറ്റ്നസ് ഫ്രീക്കുമൊക്കെയാണ് താരം. സുഹൃത്തുക്കളുമായി എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നതും സൗഹൃദം പങ്കിടുന്നതുമാണ് ഇപ്പോൾ ആ താരത്തിന്റെ ഏറ്റവും വലിയ വിനോദം. സിനിമയിലേക്കുള്ള യുവതാരമായുള്ള വരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുവെന്നും വേഗം ആദിഷ് പ്രവീൺ തിരികെ വരുമെന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. കൊച്ചിലെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മറക്കാനാകില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ എണ്ണി പറയാൻ സാധിക്കും. എന്നിരുന്നാലും കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് കൂടുതലും ഓർമ്മ ഉണ്ടാവുക. ആ സിനിമ അത്രമാത്രം പ്രേക്ഷകരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വളർന്നു എന്ന് പറഞ്ഞ് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ അദ്ദേഹം നടക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അതിന് പിന്നാലെ ഇപ്പോഴത്തെ വീഡിയോ കൂടി പങ്കുവെച്ച് എത്തുന്നത്. ഇതോടെ ഇത് ട്രെൻഡായി മാറി. പണ്ട് സീരിയലിൽ ബാല്യകാലമായി അഭിനയിച്ച പല താരങ്ങളും ഇതിന് ശേഷം ഇതൊരു പതിവായി തന്നെ പങ്കുവെക്കാൻ തുടങ്ങി. ഇതോടെ പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയവുമായി. അത്തരത്തിൽ ഇത് ഒരുപാട് ബാലതാരങ്ങളെ കാണാൻ പറ്റി എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറി. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായും ഇത് മാറി. ഓരോ തവണയും സോഷ്യൽ മീഡിയയിലെ എല്ലാ തരംഗമായി മാറുകയാണ് ഇപ്പോൾ ഇതനുസരിച്ച്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.